പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ തലച്ചോറിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണിത്. ഓർമ്മകൾ സൂക്ഷിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നു. എന്നാൽ ഈ നിർണായകമായ അവയവത്തെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? പ്രായമാകുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം കുറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശരിയായ ചില ശീലങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും തലച്ചോറിനെ എപ്പോഴും ഉണർവോടെയും ഊർജ്ജസ്വലതയോടെയും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോയിൽ തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തിയും ശ്രദ്ധയും മെച്ചപ്പെടുന്നതിന് സഹായിക്കുന്ന 9 സുപ്രധാന വഴികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇതിൽ ചിലതൊക്കെ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലത് നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ്. നിങ്ങളുടെ തലച്ചോറിനൊരു വ്യായാമം നൽകുന്നത് പോലെയാണിത്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തലച്ചോറിൽ പുതിയ ന്യൂറൽ കണക്ഷനുകൾ രൂപപ്പെടുന്നു. ഇത് തലച്ചോറിൻ്റെ വഴക്ക് പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു. ഒരു പുതിയ ഭാഷ പഠിക്കുന്നത്, ഒരു സംഗീതോപകരണം വായിക്കാൻ പഠിക്കുന്നത്, പുതിയൊരു ഹോബിയിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ നൃത്തം പഠിക്കുന്നത്, ഇവയെല്ലാം നമ്മുടെ തലച്ചോറിനെ സജീവമാക്കും. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ തലച്ചോറിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുകയും അത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യും. പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തലച്ചോറിന് നിരന്തരമായ പഠനം ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം മാനസികമായ വെല്ലുവിളികൾ ഏറ്റെടുക്കുക എന്നതാണ്. നമ്മുടെ തലച്ചോറിനെ മൂർച്ചയുള്ളതാക്കി നിലനിർത്താൻ ബുദ്ധിപരമായ കളികളും പസിലുകളും സഹായിക്കും. സുഡോക്കു, ക്രോസ്വേഡ് പസിലുകൾ, ചെസ് പസിലുകൾ, അല്ലെങ്കിൽ പുതിയൊരു തന്ത്രപരമായ ബോർഡ് ഗെയിം പഠിക്കുന്നത്, ഇവയെല്ലാം നമ്മുടെ തലച്ചോറിനെ ചിന്തിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നു. ഇത്തരം കളികളിൽ ഏർപ്പെടുന്നത് നമ്മുടെ ഓർമ്മശക്തി, യുക്തിസഹമായ ചിന്ത, പ്രശ്നപരിഹാരശേഷി എന്നിവയെല്ലാം മെച്ചപ്പെടുത്താൻ സഹായിക്കും. വെറുതെ സമയം കളയുന്നു എന്ന് കരുതുന്ന പല കളികളും യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിന് മികച്ച വ്യായാമമാണ് നൽകുന്നത്. 3. പതിവായി വ്യായാമം ചെയ്യുക എന്നതാണ്. ശരീരത്തിന് വ്യായാമം നൽകുന്നത് തലച്ചോറിനും നല്ലതാണ്. ശാരീരിക വ്യായാമം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എത്തിക്കാൻ സഹായിക്കും. വ്യായാമം ഓർമ്മശക്തിയും ശ്രദ്ധയും മെച്ചപ്പെടുന്ന എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കും. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും മിതമായ തീവ്രതയുള്ള വ്യായാമം ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. നടത്തം, ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ, യോഗ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വ്യായാമവും തിരഞ്ഞെടുക്കാം. 4. കാര്യം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കും. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മത്സ്യം, ബെറിപ്പഴങ്ങൾ, ഇലക്കറികൾ, നട്ട്സ്, ഡാർക്ക് ചോക്ലേറ്റ്, ഗ്രീൻ ടീ എന്നിവ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണെന്ന് പഠനങ്ങൾ പറയുന്നു. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാരയുടെ അമിത ഉപയോഗം, അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഒഴിവാക്കുന്നത് തലച്ചോറിന് ഗുണകരമാണ്. ഒരു സമീകൃത ആഹാരം നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമായ ഇന്ധനം നൽകും. 5. സാമൂഹികമായി ഇടപെടുക എന്നതാണ്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. സാമൂഹിക ഇടപെടലുകൾ നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സമയം ചെലവഴിക്കുന്നത്, സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത്, സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്നിവയെല്ലാം തലച്ചോറിനെ സജീവമാക്കാൻ സഹായിക്കും. ഒറ്റപ്പെടൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതും നമ്മുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുകയും തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുകയും ചെയ്യും. 6. മതിയായ ഉറക്കം ഉറപ്പാക്കുക എന്നതാണ്. നമ്മുടെ തലച്ചോറിന് വിശ്രമിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഉറക്കം അത്യാവശ്യമാണ്. ഉറങ്ങുമ്പോൾ തലച്ചോർ ദിവസത്തിലെ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും ഓർമ്മകൾ ഏകീകരിക്കുകയും ചെയ്യും. ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തത് ശ്രദ്ധ, ഓർമ്മശക്തി, പ്രശ്നപരിഹാരശേഷി എന്നിവയെ ബാധിക്കും. ഓരോ രാത്രിയിലും 7 മുതൽ 9 മണിക്കൂർ ഗുണമേന്മയുള്ള ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു സ്ഥിരമായ ഉറക്ക ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത് ഇത് നിങ്ങളെ സഹായിക്കും. 7. സമ്മർദ്ദം കുറയ്ക്കുക. ദീർഘകാല സമ്മർദ്ദം തലച്ചോറിന് ഹാനികരമാണ്. ഇത് ഓർമ്മശക്തിയെയും ശ്രദ്ധയെയും പ്രതികൂലമായി ബാധിക്കും. ധ്യാനം, യോഗ, പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക, ഹോബികളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുന്നത് എന്നിവയെല്ലാം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. 8. വായനശീലം വളർത്തുക എന്നതാണ്. പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മുടെ തലച്ചോറിനൊരു മികച്ച വ്യായാമമാണ്. വായന നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, ഭാവന ശക്തിയെ ഉത്തേജിപ്പിക്കുന്നു, പുതിയ ആശയങ്ങളെ പരിചയപ്പെടുത്തുന്നു, ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് വായിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് പുതിയ വിവരങ്ങൾ നൽകുകയും പുതിയ ചിന്താ പാറ്റേണുകൾ രൂപപ്പെടുത്തുകയും ചെയ്യും. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വായിക്കാൻ സമയം കണ്ടെത്തുന്നത് നമ്മുടെ തലച്ചോറിനെ ഉണർവോടെ നിലനിർത്താൻ സഹായിക്കും.
ഒമ്പതാമത്തെ കാര്യം ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ്. നമ്മുടെ തലച്ചോർ പതിവ് കാര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടും. ഇത് തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ ഇല്ലാതാക്കും. ഇടയ്ക്കിടെ നിങ്ങളുടെ ദിനചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു പുതിയ വഴിയിലൂടെ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പതിവ് കൈക്ക് പകരം മറുവശത്തെ കൈകൊണ്ട് പല്ല് തേക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുതിയൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങളുടെ തലച്ചോറിന് പുതിയ പാതകൾ രൂപീകരിക്കാൻ സഹായിക്കും. ഇവയെല്ലാം നിങ്ങളുടെ തലച്ചോറിനെ ഉണർവോടെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്ന ചില പ്രധാന വഴികളാണ്. ഓർക്കുക, നമ്മുടെ തലച്ചോറിനെ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകും. ഇന്ന് തന്നെ ഈ നുറുങ്ങ് വിദ്യകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഒരു മികച്ച ജീവിതശൈലിയിലൂടെ നിങ്ങളുടെ തലച്ചോറിന് ആരോഗ്യവും ഊർജ്ജവും നൽകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.